ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം നമുക്ക് വായു തന്നിട്ടുള്ളത് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭഗവാനെ സ്തുതിക്കുവാനും. ഇതാണ് ശരിക്കുമുള്ള പർപ്പസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് പറയുവാണെങ്കിൽ നമ്മുടെ ധർമ്മം രണ്ട് തരത്തിലുണ്ട്. സ്വധർമ്മം, ഇപ്പം ഭഗവത്ഗീതയിൽ അത് പറയുന്നുണ്ട്, സ്വധർമ്മം എന്ന് അവിടെ വിശേഷിപ്പിക്കുന്നു, അതൊരു ധർമ്മമാണ്. പിന്നെ അതേപോലെ തന്നെ പരോധർമ്മം എന്ന് പറയുന്നു, അത് ഭാഗവത്തിൽ പറയുന്നുണ്ട്. സ്വധർമ്മം അവിടെ നമ്മുടെ വർണ്ണാശ്രമധർമ്മം, വർണ്ണാശ്രമത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊരു ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെല്ലാം സ്വധർമ്മത്തിൽ വരുന്നു. എന്നാൽ ഇതെല്ലാം നൈമിത്തിക ധർമ്മമെന്ന് വിശേഷിപ്പിക്കുന്നു. നൈമിത്തിക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ധർമ്മമാണ്. ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഒരുപക്ഷെ ബ്രാഹ്മണനായിരിക്കാം, ക്ഷത്രിയനായിരിക്കാം, അല്ലെങ്കിൽ ശൂദ്രനോ വൈശ്യനോ ആയിരിക്കാം. ആ ഒരു ആശ്രമത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ധർമ്മമാണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. അടുത്ത ജന്മം എന്താണ് എന്ന് നമുക്കറിയില്ല, അതനുസരിച്ച് നമ്മൾ ധർമ്മം മാറുന്നു അല്ലേ. അപ്പോൾ ഈ നൈമിത്തിക ധർമ്മം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ശാശ്വതമായിട്ടുള്ള ധർമ്മമുണ്ട്, സനാതന ധർമ്മം എന്ന് പറയാം, അല്ലെങ്കിൽ ജൈവധർമ്മം എന്ന് പറയാം, പരോധർമ്മം എന്ന് പറയാം. ഇതെല്ലാം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭക്തി സേവനങ്ങൾ. യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകീയ പ്രതിഹത യയാത്മ സുപ്രസിദ്ധതി സവൈ പുംസ പരോധർമ്മ, ഭാഗവതം പറയുന്നു. അതാണ് പരോധർമ്മം. പരോധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇതെല്ലാം ഭഗവാൻ തന്നിട്ടുള്ളത്, നമുക്ക് പരോധർമ്മം ചെയ്യുവാൻ വേണ്ടി. മറ്റുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പരിപാലനത്തിന്, മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഇരിക്കുക എന്നുള്ളതല്ല, അത് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പരോധർമ്മം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അവസരം ഭഗവാൻ നമുക്ക് ഓരോ പ്രാവശ്യം, ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നാമം ജപിക്കുവാനും, ഭഗവാനെ കീർത്തനം സ്തുതിക്കുവാനും, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കേൾക്കുവാനും ഒക്കെ ശ്രീല പ്രഭുപാദന്റെ മഹാകൃപ കൊണ്ട്, ആചാര്യന്മാരുടെ മഹാകൃപ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ബഹുനാം ജന്മനാം മന്ദേ ജ്ഞാനവാമ പ്രപദ്യത്തെ വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭമാണ് ഈ ഒരു അവസരം. ഹരേ കൃഷ്ണ. ഞാൻ ആർക്കും കേൾക്കുന്നില്ല. പ്രഭു കേൾക്കാൻ വയ്യ. കേൾക്കാം. ഓക്കെ. ചിലവർ പറയുന്നു എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്, ചിലർ കുറവാണ് ശബ്ദം പറയുന്നുണ്ട്. സമയത്ത് ഒരുപാട് സൗണ്ട് കുറവുണ്ട്. ശരിയാ. ഓക്കെ. ഹരേ കൃഷ്ണ. നോക്കിയപ്പോൾ മൈക്കെല്ലാം ഓക്കെയാണ്. ശബ്ദം ഞാൻ കൂട്ടാം, എൻ്റെ ശബ്ദം കൂട്ടേണ്ടി വരും, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ശ്രമിക്കാം. വേറെ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. മേ ബി ടെക്നിക്കൽ വല്ല വിഷയങ്ങളായിരിക്കും. ഓൾ റൈറ്റ്. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അവിടെ വിട്ടുപോയി. ഓക്കെ, കുഴപ്പമില്ല. പരോധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ പ്രാവശ്യം വിചാരിക്കും നമ്മൾ ഇത് എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതല്ലേ, കേൾക്കുന്നതല്ലേ. പക്ഷേ എപ്പോഴും അത് നമ്മൾ ഓർക്കണം. കാര്യം ഭഗവാന്റെ മഹാകൃപ കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസരം കിട്ടുന്നത് എന്നുള്ളതും ഗുരുജനങ്ങളുടെ അനുഗ്രഹമാണെന്നുള്ളത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു നന്ദി നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും അർത്ഥവും വരുന്നില്ല. അതൊന്നും ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് പോകാനും പോകുന്നില്ല. എപ്പോഴും ഓരോ നിമിഷവും നമ്മൾ ആ കൃതജ്ഞതയോട് കൂടിയിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ആ ഒരു ഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിക്കും ആ പരിശുദ്ധമായിട്ടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കിട്ടി, അത് നമ്മൾ വേണ്ട രീതിയിൽ അതെങ്ങനെയോ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഈ ഒരു കൃതജ്ഞത വളരെ അത്യാവശ്യമാണ് ഭക്തിയിൽ. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ചു നേരം അതേപോലെ ഭഗവാനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു തുടങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അത് ഏറ്റവും നല്ലൊരു, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു സദാചാരമാണ്, അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
10ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. 9ാമത്തെ ശ്ലോകത്തിൽ ചോദ്യങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം ഈ ഒരു അധ്യായത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ശൗനകാദി ഋഷികൾ സൂതഗോസ്വാമിയോട്. ഇപ്പോൾ സൂതഗോസ്വാമി ഓൾറെഡി വ്യാസാസനത്തിലിരിക്കുന്നുണ്ട്. ഇനി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. 9ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ. ഒന്ന് പരമസത്യം എന്താണ്, കൂട്ടത്തിൽ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ് എന്നായിരുന്നു ചോദ്യം. അതിനുശേഷം ആ ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചു, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒന്നും കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി, നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു തരാൻ വേണ്ടി അവിടെ കലിയുഗത്തിലെ ഗുണങ്ങൾ അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് 10ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അല്പായുഷ അല്ലേ, പ്രായേണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജന മന്ദ സുമന്തമതയോ മന്ദഭാഗ്യ ഉപദ്രുതാഹ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി അടുത്ത ചോദ്യമാണ് 11ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കാം 2ാമത്തെ ചോദ്യം എന്താണെന്ന്. ഓക്കെ, 11 ശ്ലോകം. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അത സാധോത്ര യത്സാരം സമുദ്രത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഓക്കെ, ഗീത മാതാജി. 11 അതെ, ഗീത മാതാജി, ഗീത രാജീവ് മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വേറൊരു ഗീത മാതാജി ഉണ്ടായിരുന്നു. ഓക്കെ, ഗീതാബായി മാതാജി. ഗീതാമായി മാതാജിയുടെ പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അധസാദോത്ര യത്സാരം സമത്കൃത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. താങ്ക് യു പ്രഭു. താങ്ക് യു. സന്ധ്യ മോഹൻ മാതാജി ഉണ്ടോ വിവർത്തനം വായിക്കാൻ? ഓക്കെ, കലാദേവി മാതാജി ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിലെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ടെങ്കിലും വ്യത്യസ്ത ഭാഗങ്ങളായി അനേക വർഷ അഭ്യാസനങ്ങളിലൂടെ മാത്രം അവ ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആകയാൽ അല്ലയോ മുനിവരിയ, ദയവായി സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി ഈ സർവ വേദശാസ്ത്രങ്ങളുടെയും അന്തസത്ത തിരഞ്ഞെടുത്ത് വിശദമാക്കിയാലും അവ്വിധമുള്ള നിർദ്ദേശങ്ങളാൽ അവരുടെ ഹൃദയം പൂർണ്ണമായും സംതൃപ്തമാകട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ ശൗനകാദി ഋഷികൾ ചോദിക്കുമ്പോൾ പറയുന്നു, ആദ്യം തന്നെ ആ ചോദിക്കുന്നേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നു, ഈ ശാസ്ത്രങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്, ഒരുപാട് വേദങ്ങൾ നമുക്കറിയാം കൽപ്പതരു പോലെയാണെന്നുള്ളത് നമ്മൾ 3ാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. നിഗമ കൽപ്പതരൂർ ഗലിതം ഫലം. വേദങ്ങൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ വേദങ്ങളുടെ ആ ഒരു നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വിശാലമായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. വൃക്ഷം പോലെയാണ്, കൽപ്പവൃക്ഷം പോലെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ധർമ്മത്തെക്കുറിച്ച് പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സമയം കുറേ എടുക്കും. അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് വർഷങ്ങളുടെ നിരന്തരമായിട്ടുള്ള പഠനത്തിലൂടെയും അത് വളരെയധികം അത്
ചിന്തിച്ചുകൊണ്ട് പഠിച്ച് അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഇവിടെ ശൗനകാദി ഋഷികൾ ചോദിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്, അങ്ങ് വേദങ്ങളുടെ സാരം, വേദങ്ങൾ എന്തു പറയുന്നു, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം അങ്ങ് നേരിട്ട് ശില സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വ്യാസദേവൻ്റെ പുത്രനായിട്ടുള്ള ശില സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അങ്ങേക്ക് ഇതെല്ലാം അറിയാം, അങ്ങ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നേരത്തെയും ഇതേപോലെ സൂത ഗോസ്വാമിയെ സ്തുതിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറയുന്ന സമയത്തും അവിടെ പറയുന്നുണ്ടായിരുന്നു അല്ലേ, അതീതാനി ആഖ്യാതാനി എന്നുള്ളത്, അങ്ങേക്ക് എല്ലാം അറിയാം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അത് എല്ലാം ഒന്ന് ഓർത്ത്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ വേദങ്ങളുടെ സാരാംശം എന്താണോ, ശാസ്ത്രങ്ങളുടെ സാരാംശം എന്താണോ, ആ സാരാംശം എല്ലാവർക്കും ഗുണകരമാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഗുണമാവുന്ന കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള കാര്യം, സാരം എന്താണോ ആ സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. കാര്യം ഇത്രയും നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല വേദങ്ങൾ പഠിച്ച് അത് പഠിച്ചു മനസ്സിലാക്കി അതിലെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഒന്നും നമുക്കില്ല, നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് അല്ലേ. ശൗനകാദി ഋഷികൾ ഇത് മുന്നിൽ കണ്ടാണ് ചോദിക്കുന്നത്. കാര്യം കലിയുഗത്തിലെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധവുമില്ല, കഴിവുമില്ല, അതിനുള്ള അനുഗ്രഹവും അല്ലെങ്കിൽ ഭാഗ്യവും ഒന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാൽ ആരെങ്കിലും ഇതിൻ്റെ ഒരു എസെൻസ് എടുത്ത് അത് അരച്ച് കലക്കി അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം നമ്മുടെ സ്പൂണിൽ തരുവാണെങ്കിലോ എളുപ്പമായി കഴിക്കാൻ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാര്യം അതിനുള്ള കഴിവ് കലിയുഗത്തിലുള്ള ആളുകൾക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളിതാണ് അങ്ങയോട് പറയുന്നത്, ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എല്ലാ ശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും സാരാംശം എന്താണോ, സാരം എന്താണോ ആ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, അത് എല്ലാവർക്കും പ്രയോജനമാവുന്ന ആ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, അത് കേൾക്കുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ ഹൃദയവും സമ്പൂർണ്ണമാവും, അല്ലെങ്കിൽ സംതൃപ്തി നേടാൻ സാധിക്കും എല്ലാവർക്കും. അങ്ങനെയുള്ള കാര്യം എന്താണോ ആ കാര്യങ്ങളെല്ലാം, ആ നിർദ്ദേശങ്ങൾ, അതിൽ പറയുന്ന ആദേശങ്ങൾ നിർദ്ദേശങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് വേദങ്ങളുടെ സാരം പറഞ്ഞു തന്നാലും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം, 2 വേദങ്ങളുടെ സാരാംശം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു ഈ കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെ അദ്ദേഹം പറയുന്നു. വേദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നൈമിഷാരണ്യത്തിലുള്ള ഈ ഋഷിവര്യന്മാരെല്ലാവരും സൂതഗോസ്വാമിയോട് അതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. എന്നാൽ ആ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം, എല്ലാവർക്കും അത് ജീവിതത്തിൽ ആചരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ആ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ഇവിടെ വർണ്ണ ആശ്രമ എന്ന് പറയുന്ന ധർമ്മം, വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വർണ്ണ ആശ്രമ, നമുക്കറിയാം 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അല്ലേ. 4 വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യശൂദ്ര, അതേപോലെ ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം. അപ്പോൾ ഇതാണ് വർണ്ണ ആശ്രമ. ഈ വർണ്ണാശ്രമ ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഈവൻ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അല്ലേ. ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഭഗവാനാണത് തന്നിട്ടുള്ളത്. ഇതെല്ലാം എന്തിനാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പടിപടിയായിട്ട് ഭഗവാനിലേക്ക് ആ ഭക്തി സേവനങ്ങൾ ചെയ്തുകൊണ്ട് പടിപടിയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്, ഒരു വഴിയാണ് ശരിക്കും വർണ്ണാശ്രമധർമ്മം. ഇപ്പോൾ കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വർണ്ണാശ്രമധർമ്മം പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. 4 വർണ്ണങ്ങളുള്ളത്, 4 വർണ്ണങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? നല്ല ശരിയായിട്ടുള്ള ബ്രാഹ്മണരുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ക്ഷത്രിയരുണ്ടോ? ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കേണ്ട ആളുകൾ, അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതും വളരെ അവരെല്ലാം ശാസ്ത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഭരണമായിരിക്കണം.
അതിനുവേണ്ടി വളരെ യോഗ്യതയുള്ള ബ്രാഹ്മണർ വേണം അവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി. ഇതായിരുന്നു സിസ്റ്റം. ഇതാണ് വർണ്ണാശ്രമ സിസ്റ്റം. ദ്വാപരയുഗം വരെ ഇത് നടക്കുന്നുണ്ടായിരുന്നു. കലിയുഗമായപ്പോൾ ഇത് നടക്കുന്നില്ല. ഈ സിസ്റ്റമേ പോയി. അപ്പോൾ ആദ്യത്തെ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണർ അഡ്വൈസറി ക്ലാസ്സായി വരുമ്പോൾ അത് തന്നെ ഫെയിലാവുന്നു. പിന്നീട് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന കാര്യത്തിൽ ഭരണം നോക്കുവാണെങ്കിലും അവിടെ എന്താണ് നടക്കുന്നത്? ക്ഷത്രിയരുടെ ക്വാളിറ്റീസുള്ള പരീക്ഷത്ത് മഹാരാജാവ്, യുധിഷ്ഠിര മഹാരാജാവ്, പൃഥു മഹാരാജ് ഇവരെ പോലുള്ള ആളുകളുണ്ടോ? രാജാക്കന്മാരോ ചക്രവർത്തിമാരോ നമ്മുടെ കൂട്ടത്തിലില്ല, ഋഷിവര്യന്മാരില്ല അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്ന് പറഞ്ഞാൽ ഗോകൃഷി വാണിജ്യം ചെയ്യേണ്ടവരാണ്. ഗോകൃഷി വാണിജ്യം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതെല്ലാം ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ചിട്ടുള്ളതാണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ല എന്നുള്ളത്. കാര്യം അവരും ഈ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ അവരുടെ കീഴിൽ നിന്നാണ് ശരിക്കും ചെയ്യേണ്ടത് ആ വൈശ്യർ. എന്നാൽ അതെല്ലാം ഇപ്പോഴും ഒരുപാട് അതിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശൂദ്രർ എന്ന് പറയുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ശൂദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേതനം, ശമ്പളത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നവരാണ് ജനറലി ശൂദ്രർ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ മുമ്പുള്ള 3 കാറ്റഗറിയിൽ വരുന്ന ആളുകളും ആക്ച്വലി നമ്മളെല്ലാവരും ശൂദ്രരുടെ കാറ്റഗറിയിൽ വരുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവരും എത്ര പേര് ആ ബ്രാഹ്മണർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ധർമ്മം ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, കുറവാണ്. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അത് എൻജിനീയറിങ്, ഡോക്ടറോ അല്ലെങ്കിൽ പല പ്രൊഫഷനും അവർ തിരഞ്ഞെടുക്കുന്നു. ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ബ്രാഹ്മണർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ധർമ്മം പൂർണ്ണമായിട്ടും പാലിക്കുന്നവർ വളരെ കുറവാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവും, എന്നാൽ കുറവാണ് അല്ലേ? സമൂഹം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും ഈ വർണ്ണാശ്രമത്തിലെ ഇത് നടക്കുന്നില്ല. ഈ 4 വർണ്ണങ്ങൾ പ്രോപ്പറായിട്ട് കലിയുഗത്തിൽ നടക്കുന്ന കാര്യമല്ല. പിന്നീട് ആശ്രമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മചര്യം അത് തന്നെ തകരുന്നു. ആദ്യത്തെ 25 വർഷം പറയുന്നു ശാസ്ത്രങ്ങളിൽ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും. ആൺകുട്ടികളാണെങ്കിൽ ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പഠിക്കണം. ആ സമയത്ത് പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യം ഫോളോ ചെയ്യേണ്ടതാണ്. അതേപോലെ സ്ത്രീകളാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സംരക്ഷണത്തിൽ അവരും അതെല്ലാം ഫോളോ ചെയ്യേണ്ടതാണ്. അവർ വീട്ടിലാണെങ്കിലും ഗുരുകുലത്തിൽ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എന്നാൽ എവിടെയാണോ അവരും അത് പ്രോപ്പർലി ഫോളോ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നു. ആശ്രമത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 25 വർഷം എങ്ങനെയായിരിക്കണം, അത് ബ്രഹ്മചര്യം ഫോളോ ചെയ്യുക എന്നുള്ളത് ആരും ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം തകർന്നു. ഇപ്പോൾ സ്കൂളിൽ മുതലേ കാര്യങ്ങളുടെ ഗതി വളരെ മോശമാണ്. നമുക്കറിയാം സമൂഹം അല്ലെങ്കിൽ ലോകം നീങ്ങുന്ന ഒരു ദിശ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പ്രത്യേകിച്ചും ഇത്രയും കൾച്ചറുള്ള ആ സനാതനധർമ്മം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം ഈ ഭാരതഭൂമിയാണ് ശരിക്കും. വേറെയുള്ള ഏത് രാജ്യങ്ങളിൽ പോയാലും അറിയാം സനാതനധർമ്മത്തിൻ്റെ ഒരു ലെവലേഷൻ പോലും ഇല്ല. ശീല പ്രഭുപാദിനെ പോലുള്ള ആചാര്യന്മാർ വന്നതിന് ശേഷമാണ് പിന്നീട് അതെല്ലാം അവിടേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പ് ഒന്നുമില്ല, ഭാരതഭൂമിയിലേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളാണെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് ആ ഭൂമിയിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ളത്, ഈ ഒരു ജന്മത്തിൽ അറ്റ്ലീസ്റ്റ്. അപ്പോൾ എന്നിട്ടും നമ്മളത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെന്നും ന്യൂസിലും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലും കാണുന്നതാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ. ആ സനാതനധർമ്മം പൂർണ്ണമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ആ വിദേശ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ചെയ്യുന്ന അനാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. അതെല്ലാം ഇപ്പോൾ കൾച്ചറിൻ്റെ ഭാഗമായി മാറി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നിർഭാഗ്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വളരെ അപകടം പിടിച്ച ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടായിട്ടും അത് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ കയ്യിൽ വേദങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്, ഭാഗവതമുണ്ട്, ഭഗവത്ഗീത എല്ലാം ഉണ്ടായിട്ടാണ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ബ്രഹ്മചര്യ ആശ്രമം ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പറയേണ്ട ആവശ്യമില്ല. ഗൃഹസ്ഥാശ്രമം സക്സസ് ആവില്ല. പിന്നെ അതിന് മുന്നോട്ട് പിന്നെ വാനപ്രസ്ഥവും
സന്യാസത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കലിയുഗത്തിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സൂത ഗോസ്വാമിയോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. കാര്യം ഈ സിസ്റ്റംസൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വളരെ സാരം എന്താണോ അത് പറഞ്ഞു തരൂ. അത് പറഞ്ഞ് അത് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആ ഒരു കാര്യം ഇപ്പോൾ ഒന്ന് ആലോചിക്കും. നമ്മുടെ ലൈഫ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ തന്നെ ക്ഷത്രിയ കുടുംബത്തിൽ, അതായത് നമ്മൾ ഇത് പറയുവാണെങ്കിൽ വർണ്ണം പറയുമ്പോൾ ക്ഷത്രിയ കുടുംബത്തിലോ ബ്രാഹ്മണ കുടുംബത്തിലോ ജനിച്ചിട്ടുള്ളവരോ ഉണ്ടാവും നമ്മളിൽ പലവരും, അല്ലെങ്കിൽ വേറെ ഇതിലായിരിക്കാം, വർണ്ണത്തിലായിരിക്കാം. എന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഈ വർണ്ണാശ്രമധർമ്മം എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും എന്നുള്ള വ്യത്യാസം നമ്മൾ കാണുന്നില്ല. അതാണ് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗവത ധർമ്മത്തിൽ എന്താണെന്ന് വെച്ചാൽ ഭഗവത് സേവനങ്ങൾ മാത്രമാണ്. അതിൽ നാമജപം വരുന്നു, കീർത്തനം വരുന്നു, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഏത് വർണ്ണത്തിലുള്ള ആളുകൾക്കും ഏത് ആശ്രമത്തിലുള്ള ആളുകൾക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഭാഗവത ധർമ്മം. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബേസിക്കലി ചോദിക്കുന്നത് ആ ഒരു കാര്യം, ഭാഗവത ധർമ്മം ആണ് സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. അതെന്താണ് എന്നുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് പരോധർമ്മം. അതാണ് എസെൻസ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ എസെൻസും അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ ചോദ്യമായിട്ട് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം, അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 12. അപ്പോൾ 2 ചോദ്യങ്ങൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ ചോദ്യം 12ാമത്തെ ശ്ലോകത്തിലും ചോദിക്കുന്നു. 12 ശ്ലോകം 12. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാംപതിഃ ദേവക്യാം വാസുദേവസ്യ ജാതോ യസ്യ ചിചിക്ഷയ. ജി കെ നായർ പ്രഭു ശ്ലോകം വായിക്കൂ. കൃഷ്ണ പ്രഭു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാംപതിഃ ദേവക്യാം വാസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. താങ്ക് യു പ്രഭു. ദേവു മാതാജി ഉണ്ടോ വിവർത്തനം വായിക്കാൻ? ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം പ്രഭാത് കി ജയ്. വിവർത്തനം. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങേക്ക് സർവമംഗളങ്ങളും നേരുന്നു. വസുദേവ തനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകി ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം താങ്കൾ അറിയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതാണ് 3ാമത്തെ ചോദ്യം. അതായത് ശൗനകാദർശികൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഭഗവാൻ, ആ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ദേവകിയുടെയും വസുദേവരുടെയും മകനായി ജനിക്കുന്നു അല്ലെങ്കിൽ ആവിർഭവിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് 3ാമത്തെ ചോദ്യം. ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ പിന്നീട് ഭാഗവതം മുഴുവനും ഇതിനുള്ള ഉത്തരങ്ങളാണ്. മുന്നോട്ട് ഈ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസേഴ്സാണ് നമ്മളെല്ലാം കാണുന്നത്. 3ാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ ദേവകി റാണിയുടെയും വസുദേവരുടെയും മകനായിട്ട് ആവിർഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ശീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയും സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാംപതി. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. സാത്വതാംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വതാം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ. ഭഗവാൻ അവതാരങ്ങൾ എടുത്ത് വരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അവിടെ അതേപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, അതേപോലെ ശത്രുക്കളെ നിഗ്രഹിക്കാനും ഒക്കെ വരുന്നത് അതൊരു ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ മാത്രമാണ്. ഒരുപാട് അസുരന്മാരുണ്ട്, അവരെ അവസാനിപ്പിക്കാൻ വേണ്ടി ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കുക, അവരുടെ കൂടെ അവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി ലീലകൾ ചെയ്യുക, ഇതൊക്കെയാണ് ഭഗവാന്റെ ആന്തരിക ഉദ്ദേശം അല്ലെങ്കിൽ ആന്തരിക ആഗ്രഹങ്ങൾ, ഭഗവാന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം ശരിക്കും പറയുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും പറയാം, ആന്തരിക കാരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. സാത്വതാംപതി എന്ന് പറഞ്ഞാൽ ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ
നരസിംഹലീല നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രഹ്ലാദ് മഹാരാജ്, ഹിരണ്യകശിപു, രണ്ട് വ്യക്തികൾ. നമ്മൾ 10 വിഷയങ്ങളിൽ പറയുന്നു ഊത്തയഹ എന്ന് പറയും. അതായത് ശുഭ അശുഭ ലക്ഷണങ്ങൾ. ശുഭലക്ഷണം ആരാണ് അവിടെ ഫോളോ ചെയ്യുന്നത്? ശുഭലക്ഷണമുള്ളത് പ്രഹ്ലാദനും അശുഭമായിട്ടുള്ളത് ഹിരണ്യകശിപു. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലേ? അവിടെ ഹിരണ്യകശിപുവിൻ്റെ ശല്യം സഹിക്കാതെ ദേവതമാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകുന്നു, ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നു, അതെല്ലാം നമുക്കറിയാം. അവസാനം തൂണിൽ നിന്ന് ഭഗവാൻ വരുന്നു. വന്നതിന് ശേഷം അവിടെ പറയുന്നുണ്ട് ആക്ച്വലി ഭഗവാൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. സത്യം വിദാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിംശ്ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ, അങ്ങനെയാണ് പറയുന്നത്. അതായത് സത്യം വിദാതും നിജഭൃത്യ ഭാഷിതം. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ പ്രഹ്ലാദ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൂണിലുണ്ട് എന്ന് പറഞ്ഞു. തൂണിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ എന്നാണ് പ്രഹ്ലാദ് ഉത്തരം കൊടുക്കുന്നത് ഹിരണ്യകശിപുവിന്. അപ്പോഴാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത് ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുന്നു. പ്രഹ്ലാദാണെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. പ്രഹ്ലാദ് വളരെ ധൈര്യത്തോടു കൂടി, വളരെ കോൺഫിഡൻസോടു കൂടി പറഞ്ഞു അതിലുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഹിരണ്യകശിപു തൂണ് തകർക്കുന്നു, ഭഗവാൻ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് ഭാഗവതം പറയുന്നു എന്തിനാണ് അദ്ദേഹം പുറത്തു വന്നത്? നരസിംഹദേവൻ. ഓക്കെ, നമ്മൾ ഒരുപക്ഷെ പറയാം നരസിംഹദേവൻ, കാര്യം ഇദ്ദേഹത്തിൻ്റെ വരം, ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള വരങ്ങളനുസരിച്ച് ആർക്കും കൊല്ലാൻ സാധിക്കില്ല അദ്ദേഹത്തെ അല്ലേ? കാലത്ത് പറ്റില്ല, വൈകുന്നേരം പറ്റില്ല, അല്ലെങ്കിൽ രാത്രിയിൽ പാടില്ല, പകൽ അതേപോലെ വീടിനകത്ത് പറ്റില്ല, പുറത്ത് പറ്റില്ല, അതേപോലെ ആയുധങ്ങൾ കൊണ്ട് സാധിക്കില്ല, മനുഷ്യർക്ക് സാധിക്കില്ല, ദേവതമാർക്ക് സാധിക്കില്ല. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം നോക്കിയിട്ടും, അപ്പോൾ അതെല്ലാം നോക്കി ഭഗവാൻ അറിയാം അതിൽ എവിടെയെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ നോക്കി അല്ലേ? അങ്ങനെയാണ് ഭഗവാൻ നരഹരിയായിട്ട് വരുന്നത്. അത് നമുക്കറിയാം. നരഹരിയായിട്ട് വന്ന് ഹിരണ്യകശിപുവിനെ വധിക്കുന്നു, ചെയ്യുന്നു. പക്ഷേ ഭാഗവതം പറയുന്നു ആക്ച്വലി ഇദ്ദേഹം വന്നതിൻ്റെ കാരണം ഇദ്ദേഹം അവതരിക്കാൻ, ഭഗവാൻ നരസിംഹദേവൻ അവതരിക്കാനുള്ള കാരണം ഹിരണ്യകശിപുവിനെ കൊല്ലുക എന്നുള്ളതല്ല. അത് ഒരു ബാഹ്യമായിട്ടുള്ള കാരണം മാത്രമാണ്. കാര്യം ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. ഭഗവാന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഇടാമായിരുന്നു ആ ശക്തി കൊടുത്തിട്ട്. ഇനി വേറെ ഒന്നും വേണ്ട, അദ്ദേഹം പരമാത്മാവായിട്ട് ഹൃദയത്തിലുണ്ട്. അത് അസുരനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലും പരമാത്മാവായിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാം. ഹിരണ്യകശിപുവിന് വേണമെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം നേരിട്ട് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം വിദാതും നിജ ഭൃത്യ ഭാഷിതം. ഭഗവാന്റെ ഭൃത്യര്, ഭഗവാന്റെ ഭക്തര് പറഞ്ഞു ഭഗവാനെക്കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഭഗവാന്റെ ഭക്തർ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. സത്യം വിദാതും നിജഭൃത്യ ഭാഷിതം. ഭഗവാന്റെ ഭക്തർ പറഞ്ഞ വാക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ അവതരിക്കുന്നത്. അല്ലാതെ ഹിരണ്യകശിപുവിനെ കൊല്ലുക എന്ന് പറയുന്നത് സെക്കൻഡറിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. പ്രഹ്ലാദ് പറഞ്ഞു ഈ തൂണിലുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കണം. അങ്ങനെ അദ്ദേഹം വരുന്നു. അതേപോലെ നാരദമുനിയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച്. അതെപ്പോഴാണ്? അവിടെ സത്യം വിദാതും നമ്മുടെ ആചാര്യന്മാർ അവിടെയും വിശദീകരിക്കുന്നുണ്ട്. പ്രഹ്ലാദ് പറഞ്ഞു തൂണിലുണ്ട്. ഇപ്പോൾ പ്രഹ്ലാദിൻ്റെ വാക്ക് മാത്രമല്ല, നാരദമുനി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? കയാതുവിനെ ഈ ദേവതമാർ ഇന്ദ്രനൊക്കെ കൊണ്ടുപോകും, എന്നിട്ട് കൊല്ലാൻ വേണ്ടി നോക്കും. ആ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി നാരദമുനി വരും. നാരദമുനി വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്, അപരാധമാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു നാരദമുനി ഞങ്ങളോട് ക്ഷമിക്കണം, പക്ഷേ ഇത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയാണ്, ഗർഭിണിയാണ്, വയറ്റിൽ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി ഹിരണ്യകശിപുവിനേക്കാൾ വലിയൊരു അസുരനാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. നാരദമുനി നാരദമുനി അവരോട് പറഞ്ഞു എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയോ ആരാണ് അതിലുള്ളത് എന്നുള്ളത്? നാരദമുനി പറഞ്ഞു ഹിരണ്യകശിപുവിൻ്റെ മകനാണ് ആയിരിക്കാം, പക്ഷേ പരിശുദ്ധ ഭക്തനാണെന്ന് പറഞ്ഞു, ഭഗവാന്റെ ഭക്തനാണെന്ന് പറഞ്ഞു. ഒറ്റൊരു വാക്കേ പറഞ്ഞുള്ളൂ. ആര്? നാരദമുനി.
ഭാഗവതം വളരെ വിശദമായിട്ട് പറയുന്നു. 7ാമത്തെ സ്കന്ധം മനോഹരമാണ്, അവിടെ പറയുന്നുണ്ട് ഇതെല്ലാം. ഒരു പ്രാവശ്യം പറഞ്ഞു ഇത് ഭഗവാന്റെ ഭക്തനാണെന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. അവരെല്ലാവരും അംഗീകരിച്ചു. ഇന്ദ്രദേവൻ അവിടെ കൈ കൂപ്പിക്കൊണ്ട് നമസ്കരിച്ചു ആദ്യം നാരദമുനിയുടെ മുമ്പിൽ. അതിനുശേഷം കയാതുവിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. കാര്യം അകത്ത് ഭക്തനാണെന്ന് പറഞ്ഞു. നാരദമുനിയുടെ വാക്കിന് അവർക്ക് വിലയുണ്ട്. മാത്രമല്ല നാരദമുനി പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. നാരദമുനിയാണ് പറയുന്നത്, അതുകൊണ്ട്. അപ്പോൾ അവിടെ നാരദമുനി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച്, ഹിരണ്യകശിപുവിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. അത് ഈ ഭക്തന് വേണ്ടി വരും എന്നുള്ളത്. അതിനുള്ള പ്ലാനൊക്കെ ഓൾറെഡി വിഷ്ണുവിനുണ്ട്, ഭഗവാനുണ്ട് എന്നുള്ളത് പറയും. അപ്പോൾ നാരദമുനി അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ ഈ സത്യം വിദാതം നിജഭൃത്യ ഭാഷിതം വിശദീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവർ ടീക്ക അല്ലെങ്കിൽ ഭാവാർത്ഥം എഴുതുമ്പോൾ 1 പ്രഹ്ലാദൻ്റെ വാക്ക്, 2 നാരദമുനിയുടെ വാക്ക്. അതേപോലെ പിന്നെ ഹിരണ്യകശിപുവിൻ്റെയും വാക്കുണ്ട് അവിടെ. ഹിരണ്യകശിപു ഭക്തനല്ലെങ്കിൽ പോലും ഹിരണ്യകശിപുവും അവിടെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത്, പ്രഹ്ലാദനെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഭഗവാൻ അവതരിക്കുന്നത് എനിക്കൊന്ന് കാണണം, നിൻ്റെ ഭഗവാൻ വരുന്നൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അറിയാതെ വരുന്നുണ്ട് വിഷ്ണു. കാര്യം ഹിരണ്യകശിപുവിന് അറിയാം ഭഗവാൻ ആരാണെന്നുള്ളത്. ഭഗവാന്റെ അടുത്ത് കളികൾ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അസൂയ തോന്നുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്. വേറെ ആരോടും അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നില്ല. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി വരം ചോദിക്കുന്നു. അദ്ദേഹം നേരിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് വിഷ്ണുവിനെ ആരാധിച്ച് അല്ലെങ്കിൽ തപസ് ചെയ്ത് വേണമെങ്കിൽ വരം വാങ്ങിക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല. കാര്യം വിഷ്ണു ആണ് പരമദൈവത്വം പുരുഷനെന്ന് അദ്ദേഹത്തിന് അറിയാം. അറിയാത്ത കാര്യമല്ല. അപ്പോൾ അറിയാത്ത കാര്യമല്ല, പക്ഷേ ആ അസൂയ, ആ പൊസിഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. അതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? സാത്വതാം പതിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. സാത്വതാം പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെ സംരക്ഷിക്കുക, ഭക്തരെ പറയുന്ന വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കുക. ഇതൊക്കെയാണ് ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഉള്ള ഉദ്ദേശം. ചുരുക്കം പറഞ്ഞാൽ ഭക്തരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവിടെ സുരന്മാരായിട്ടുള്ള ദേവതമാരെയും പ്രൊട്ടക്ഷൻ നടക്കുന്നു അല്ലേ. കാര്യം അവർക്ക് ഒരുപാട് ശല്യമായിരുന്നു ഹിരണ്യകശിപുവിനെ കൊണ്ട്. അപ്പോൾ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നു, ദേവതമാരെ സംരക്ഷിക്കുന്നു, എല്ലാവരെയും. അപ്പോൾ എല്ലാവരുടെയും സംരക്ഷകനാണ് ഭഗവാൻ. പിന്നീട് വേറൊരു കാര്യം ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിലെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളത്. ഭഗവാന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഷഡ് ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുമുള്ള വ്യക്തിയാണ് ഭഗവാൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ ശ്രിയ ജ്ഞാന വൈരാഗ്യശ്ചൈവ ഷണ്ണം ഭഗ ഇതി ഗണ. അവിടെ പറയുന്നു 6 ഐശ്വര്യങ്ങളെക്കുറിച്ച്. എന്തൊക്കെയാണ് 6 ഐശ്വര്യങ്ങൾ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഭഗവാന്റെ ഷഡ് ഐശ്വര്യങ്ങൾ. ധനം, ശക്തി, കീർത്തി, സൗന്ദര്യം, സൗന്ദര്യം, സ്ത്രീ, ശരി, കീർത്തി, ജ്ഞാനം, ഓരോന്നായിട്ട് പറയും. ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം, വൈരാഗ്യം, ധനം, ബുദ്ധി, ബുദ്ധിയോ? ഓക്കെ, ത്യാഗം ഓൾറെഡി പറഞ്ഞു. ധനം ഉണ്ട്, ശക്തിയുണ്ട്, ഫെയിമുണ്ട്, അതായത് കീർത്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനമുണ്ട്, വൈരാഗ്യം. 6. ഐശ്വര്യസ്യ, ഇതാണ് ശ്ലോകം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ ശ്രിയ ജ്ഞാന വൈരാഗ്യ. 6 കാര്യങ്ങൾ. ഓക്കെ. ഷണ്ണാം എന്ന് പറഞ്ഞാൽ 6. ഷണ്ണാം ഭഗ ഇതിൻ ഗണ. ഒന്നുകൂടെ പറയും. എന്ത് ശ്ലോകമാണോ വേണ്ടത്? ശ്ലോകം. ഓക്കെ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ ഐശ്വര്യസ്യ സമഗ്രസ്യ
സമഗ്രസ്യ വീര്യസ്യ വീരസ്യ യശസ ശ്രിയ യശസാ ശ്രിയ ശ്രിയ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഷണ്ണാം എന്ന് പറഞ്ഞാൽ 6 ഷണ്ണാം ഭഗ ഇതിൻഗണ 6 ഷഡൈശ്വര്യങ്ങൾ. അതാണ് ഷഡൈശ്വര്യങ്ങൾ. ഓക്കെ ഓക്കെ ഷഡൈശ്വര്യങ്ങൾ ഉള്ള ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുമുള്ള വ്യക്തിയാണ് ഭഗവാൻ, 100%. ഈ ഐശ്വര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശക്തിയാവട്ടെ, ധനമാവട്ടെ, സൗന്ദര്യമാവട്ടെ, ജ്ഞാനമാവട്ടെ, ഇതെല്ലാം കുറച്ച് ചെറിയൊരു കണം, ചെറിയൊരു ശതമാനം പോലും പറയാൻ സാധിക്കില്ല, ചെറിയ കണമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മളെല്ലാവരിലും ഉണ്ടാവും ഒരു പക്ഷേ, അല്ലേ? നമ്മൾ കാണുന്ന പക്ഷേ ഈ ചില ആളുകളൊക്കെ നമ്മൾ ഒരുപാട് അറിവുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറയില്ല ഒരുപാട് അറിവുള്ള ആളാണെന്ന്. പക്ഷേ ആ അറിവ് ഭഗവാന്റെ അറിവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, ചെറിയൊരു കടം മാത്രം. അതേപോലെ ഭംഗിയുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ടാവും ഇവിടെ. ആ ഭംഗി ഒന്നുമല്ല. എന്തിനു പറയണം, ഭൂമിയിലുള്ള ആളുകളുടെ സൗന്ദര്യം ദേവലോകത്തിലുള്ള സൗന്ദര്യം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്ക് നമ്മളെ കാണുമ്പോൾ, ഇവിടുത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആളെ കാണുമ്പോൾ അവർക്ക് ചിരിയാ വരിക, കാര്യം അവിടെ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ഇനി അത് പോയിട്ട് അതിനേക്കാൾ മുകളിൽ പോകുമ്പോൾ, ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോഴോ, വൈകുണ്ഠ ലോകങ്ങളിൽ ഗോലോക വൃന്ദാവനത്തിൽ ഉള്ളവരുടെ ഭംഗിയാണെങ്കിൽ അത് ഏറ്റവും മുകളിലാണ്, അല്ലെങ്കിൽ അവർ ആ സൗന്ദര്യം ഇവിടെ ദേവലോകത്തിലുള്ള ആളുകൾക്ക് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യം. അപ്പോൾ എല്ലാത്തിനും ഉറവിടമായിട്ടുള്ള കാരണങ്ങളുടെയും കാരണമായിട്ടുള്ള ഭഗവാന്റെ സൗന്ദര്യം എന്തായിരിക്കും? സർവരെയും ആകർഷണം ചെയ്യുന്ന വ്യക്തിയാണ് കൃഷ്ണൻ. അതാണ് കൃഷ്ണൻ്റെ ഒരു നാമത്തിൻ്റെ അല്ലെങ്കിൽ ആ പേരിന് ഒരു അർത്ഥം. മദനമോഹൻ, കാമദേവനെ പോലും, ഒരു കാമദേവനല്ല, 1000 കാമദേവന്മാർ വന്നാലും 10,000 വന്നാലും കോടികൾ കാമദേവന്മാരുണ്ടെങ്കിലും അദ്ദേഹത്തെ പോലും ആകർഷിപ്പിക്കുന്നു ആരെ? ഭഗവാൻ. അതാണ് ഭഗവാന്റെ സൗന്ദര്യം. അപ്പോൾ ആ ഭഗവാനെ ആകർഷിപ്പിക്കുന്നു ശ്രീമതി രാധാറാണി. അതുകൊണ്ട് രാധാറാണിയെ മദനമോഹന മോഹിനി എന്ന് വിളിക്കുന്നു. രാധയും കൃഷ്ണനും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് അറിയില്ല, എന്നാൽ പരിപൂർണമാണ്. അപ്പോൾ ഭഗവാൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. അതേപോലെ യശസ്സിൻ്റെ കാര്യം നോക്കൂ. ഭഗവാനെ പോലെ ഫേമസ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഭാഗവതം വായിക്കുന്നതും ലീലകൾ കേൾക്കുന്നതൊക്കെ ഭഗവാന്റെ കഴിഞ്ഞ അവതാരം 5000 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അവതാരം ഉണ്ടായിരുന്നു ദ്വാപരയുഗത്തിൽ. ആ സമയത്ത് നടന്നിട്ടുള്ള ലീലകളൊക്കെ നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നു. 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 5000 വർഷമല്ല ഇതിൻ്റെ പഴക്കം, എന്നാലും നമ്മൾ മിനിമം പറയുകയാണ്. നോക്കുവാണെങ്കിൽ ശാശ്വത കാലത്ത് ഭഗവാന്റെ ലീലകളുണ്ട്, എന്നാൽ മിനിമം ഒരു 5000 വർഷം എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇന്നും വളരെ സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിലാണ് നമ്മൾ ആസ്വദിക്കുന്നത് ലീലകളൊക്കെ, അല്ലേ? അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം തോന്നുന്നതും സംതൃപ്തി തോന്നുന്നതൊക്കെ. കാര്യം അദ്ദേഹം ഫേമസ് ആണ്. അദ്ദേഹത്തിനെ പോലെ ഫേമസ് ആയിട്ടുള്ള വേറെ ആരുമില്ല. ശാശ്വത കാലത്തേക്കും ഫെയിം നമ്മളെ ഇന്നത്തെ ഇവിടെയുള്ള സെലിബ്രിറ്റീസിൻ്റെ പോലെയല്ല. അവർ ജീവിക്കുന്ന സമയത്ത് പോലും അതിനും ഒരു ഫേസുണ്ട്, അല്ലേ? അതിനൊരു സമയമുണ്ട്. ഒരു സ്പോർട്സിൻ്റെ ആളാണെങ്കിൽ അവർ സ്പോർട്സിലുള്ള സമയത്ത് അവർ ഫേമസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫെയിം, അവരുടെ കീർത്തി കുറഞ്ഞുകൊണ്ടിരിക്കും. സിനിമയിലുള്ളവരും ഒരു പ്രായം വരെ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കീർത്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ മരണം കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവരെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നു പോലുമില്ല. അതാണ് അവസ്ഥ, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, എല്ലാം പരിപൂർണ, ഈ ഷഡ് ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ, പരമദേവത്വം പുരുഷൻ ഭഗവാൻ. പിന്നെ ഇവിടെ പറയുന്നു സാത്വത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവർക്ക് ലീലകൾ, ചില ഭക്തർക്ക് ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അതായത് കുറേ പേര് ക്വാളിഫൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മൾ പോവാന്ന് പറയുന്നത്, അതിനും ഒരു പ്രോസസ്സുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭൗതിക ലോകത്തിൽ, അല്ലേ? നമുക്കിപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. ക്വാളിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പറയുന്നു, ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട്
കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അവിടെ ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയാം ശാശ്വതമായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അവസരം കിട്ടുന്നത് നമുക്ക് ഈ ഒരു യോഗ്യത നേടുമ്പോൾ, അതായത് നമ്മൾ പരിശുദ്ധരായതിനു ശേഷം ഭഗവാന്റെ അടുത്തേക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആദ്യം അവിടെ പോകുന്നേക്കാൾ മുമ്പ് പറയുന്നു ശാസ്ത്രങ്ങളിൽ, നമുക്ക് ഭൗതിക ലോകത്തിലെ ഏതെങ്കിലും ബ്രഹ്മാണ്ടങ്ങളിൽ ഭഗവാന്റെ ലീലകൾ നടക്കുന്നുണ്ട് ഓഫ് കോഴ്സ്, നടക്കുന്നുള്ള ആ ലീലയിൽ നമുക്ക് പങ്കെടുക്കേണ്ട അവസരം കിട്ടുന്നു. ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ നമ്മളും പോകുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നടക്കുന്ന ലീലയാണെങ്കിലും ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോലോക വൃന്ദാവനത്തിലെ ലീലയിൽ പങ്കെടുക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. കാര്യം ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു, നമുക്കൊരു അവസരം കിട്ടുന്നു, പിന്നെ അദ്ദേഹം വൈൻഡപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് കൂട്ടത്തിൽ എല്ലാവരും പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും വെയിറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവർക്കും ഒരു അവസരം കൊടുക്കുകയാണ് ഭഗവാൻ. അങ്ങനെ പല രീതിയിലും ഭക്തർക്ക് സന്തോഷവും സംരക്ഷണവും ഭഗവാൻ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ അവതാരത്തിലൂടെ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി 13ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഈ ശ്ലോകം കൂടെ ഒന്ന് കവർ ചെയ്യാം നമുക്ക്. ഓക്കെ, ശ്ലോകം 13. തന്നാ ശുശ്രൂഷമാനാനാം അർഹസി അംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഷീബ മാതാജി ഉണ്ടോ? ഷീബ പവിത്രൻ, സോറി, പവീന്ദ്രൻ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തന്ന ശുശ്രൂഷമാണാന അർഹസ്യ അനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. താങ്ക് യു. വിവർത്തനം പത്മജ കുമാരി മാതാജി ഉണ്ടെങ്കിൽ വായിക്കൂ. ഓക്കെ, ഇല്ലെങ്കിൽ നിഷ സുരേഷ് മാതാജി. ഓക്കെ, രാധാകൃഷ്ണൻ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വായിച്ചോളൂ. ആരാണ്? ഹരേ കൃഷ്ണ. ഞാൻ തന്നെ വിളിക്കണോ? ഹരേ കൃഷ്ണ. വേറൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, ഞാൻ അതാ നോക്കുന്നത്. കൃഷ്ണ അജിത് മാതാജി. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. അല്ലയോ സൂത ഗോസ്വാമി, പരമദിവ്യോത്തമ പുരുഷനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ചറിയാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരാണ്. ശ്രവണ കീർത്തനത്താൽ ഒരാളെ ഉദ്ധതമാക്കുന്ന പൂർവാചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. 3 ചോദ്യങ്ങൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ശ്ലോകം 9 ആദ്യത്തെ ചോദ്യം, ശ്ലോകം 11 രണ്ടാമത്തെ ചോദ്യം, ശ്ലോകം 12 മൂന്നാമത്തെ ചോദ്യം. ഇനി 13ാമത്തെ ശ്ലോകത്തിൽ നമ്മളിപ്പോൾ കാണുന്നു, ഇവിടെ ശൗനകാദി ഋഷികൾ അവരുടെ ആ ഒരു ആകാംക്ഷയെക്കുറിച്ച് പറയുവാണ്, ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ. ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ളൊരു ആകാംക്ഷ പറയുവാണ്. ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ. എല്ലാവരുടെയും നന്മയ്ക്കായിട്ടുള്ള ക്ഷേമായ, അതേപോലെ ഭാവായ, എല്ലാവരുടെയും ഉദ്ധാരണത്തിന് വേണ്ടി, എല്ലാ ജീവാത്മാക്കളുടെയും ഉദ്ധരിക്കാനുള്ള കാര്യങ്ങളാണ് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുവാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം വിശദീകരിച്ച്, അങ്ങ് ആചാര്യനാണ്, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഗുരുവാണ്, അല്ലെങ്കിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങ് ആചാര്യനാണ്. അങ്ങ് ഒരുപാട് ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അങ്ങയുടെ ഗുരുവിൽ നിന്ന് പഠിച്ചു, അതേപോലെ ആചാര്യന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങളാണെങ്കിൽ ഇത് കേൾക്കുവാൻ വേണ്ടി ഒരുപാട് ആകാംക്ഷയോടുകൂടി ഇവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ പല പല അവതാരങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറയാനാണ് അവർ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കി. ശില പ്രഭുപാദ്ജി ഭാവാർത്ഥത്തിൽ
മനോഹരമായിട്ട് പറയുന്നു. ഈ ഒരു കാര്യം, അതായത് ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളത്, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾക്കുവാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആകാംക്ഷയെക്കുറിച്ച് ഇവിടെ സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതായത് കേൾക്കുവാനുള്ള ആഗ്രഹം. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഭക്തർ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും, ഞാനടക്കം ഇവിടെ ഇരിക്കുന്നത് അല്ലേ. നമ്മളിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹം ശൗനകാദി ഋഷികളുടെ പോലെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം, അവർ വേറെ ലെവലാണ്. അറ്റ്ലീസ്റ്റ് എന്തോ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്നറിയില്ല. തുടക്കത്തിലെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. കാര്യം ഭാഗവതം പല ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭാഗവതത്തിലെ തീം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ചിലതെല്ലാം നല്ല കഥയാണ്, സ്റ്റോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സുഖമാണ് കേൾക്കാൻ, ഇഷ്ടമായിരിക്കും. ചില സ്ഥലങ്ങളുണ്ട് തത്വങ്ങൾ പറയുന്നത്, ചില സ്ഥലങ്ങളുണ്ട് ഈ സൃഷ്ടി നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും എന്നറിയില്ല. പിന്നെ പ്ലാനറ്റുകൾ, ഈ പറയുന്ന ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും ജംബുദ്വീപിനെക്കുറിച്ചും ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പരീക്ഷിത്ത് മഹാരാജാവും സൂത ഗോസ്വാമി എല്ലാവരും വളരെ ശ്രദ്ധയോട് കേട്ടിട്ടുണ്ട്. അവരാരും ഇടയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഈ കാര്യം താല്പര്യമില്ല, കഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം അത് സിസ്റ്റമാറ്റിക്കായിട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു ശ്രവണം, നമ്മുടെ ശ്രവണം തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈവൻ ഒരു ലീല തന്നെ, ഇപ്പോൾ ദാമോദര മാസത്തിൽ നമ്മൾ എല്ലാ ദാമോദര മാസത്തിലും കേൾക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ വരാം ചിന്ത വരാം, അല്ലെങ്കിൽ നമുക്ക് തോന്നാം, എന്താണ് തോന്നുന്നത്, ഇതെനിക്കറിയാം, ഈ ലീല എനിക്കറിയാം. അതേപോലെ നരസിംഹ ചതുർദശി വരുമ്പോൾ നരസിംഹദേവൻ്റെ ലീല പറയും, ഇതെനിക്കറിയാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിയായിട്ടുള്ള രുചി നമുക്ക് ഹരികഥയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരേ ലീല തന്നെ, അത് പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരേ ലീലകൾ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കുമ്പോൾ അതിൽ ന്യൂനത അല്ലെങ്കിൽ അതിൽ ഒരു നൂതനമായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ കൃപയും അതേപോലെ ഹരിക്കഥയോടുള്ള താല്പര്യവും ഉള്ളിൽ രുചിയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇത് അറിയാം, ഇതെനിക്ക് കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ആണെങ്കിൽ, എന്നുള്ളൊരു ഭാവമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല ശ്രവണം ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. കാര്യം പുതുതായിട്ട് കേൾക്കാനുള്ള ആഗ്രഹമാണ്, അത് പുതിയ ലീലകൾ, പുതിയ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ പല എന്തെങ്കിലും വെറൈറ്റീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു പരീക്ഷിത്ത് മഹാരാജാവിന്, അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെ നോക്കൂ. ചൈതന്യ മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റിൽ നിന്ന് എല്ലാ ദിവസവും പ്രഹ്ലാദ ചരിത്രം കേൾക്കുമായിരുന്നു അവിടെയുള്ള സമയത്ത്. ധ്രുവചരിത്രം, പ്രഹ്ലാദ ചരിത്രമൊക്കെ ഒരുപാട് ഡെയിലി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട്? അതിൽ അദ്ദേഹത്തിന് ബോറടിച്ചിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു അല്ലേ. കാര്യം അതാണ്, അങ്ങനെയായിരിക്കണം ശ്രവണം എന്നാണ് പറയുന്നത്. പ്രഭുപാദ് പറയുന്നു ഇവിടെ, ആ ആത്മാർത്ഥത നമുക്ക് വേണം ശ്രവണത്തിൽ. ഇത് ഒരു കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് പ്രഭുപാദ് പറയുന്നതാണ്. ശ്രവണത്തിന് വേണ്ടി ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗുരു പറയുന്നു, ഇപ്പോൾ ഗുരു വ്യാസാസനത്തിലിരുന്ന് പറയുന്നു, അവിടെ ശ്രവണത്തിന് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി കുറേ പേര് അവിടെ ഇരിക്കുന്നു, ഓഡിയൻസിലിരിക്കുന്ന ആളുകൾക്കും ക്വാളിഫിക്കേഷൻ വേണം, അവർക്കും ഗുണങ്ങൾ വേണം. അതായത് പറയുന്നു, അവർക്ക് ആത്മാർത്ഥത വേണം കേൾക്കാൻ എന്നാണ് പറയുന്നത്. പ്രഭുപാദൻ്റെ വാക്കുകളാണ്. ആത്മാർത്ഥതയോടുകൂടി ആ ഒരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ അവർ ശരിക്കും ആ മെസ്സേജ് എന്താണോ ആചാര്യൻ പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. ആചാര്യൻ്റെ ക്വാളിറ്റി വേണം, പറയുന്ന ആൾക്ക് ക്വാളിറ്റീസ് വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂത ഗോസ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. അതേപോലെ കേൾക്കുന്ന ആളുകൾക്കും ഈ ആത്മാർത്ഥത വേണം എന്നുള്ളതാണ് പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് കേട്ടത് അല്ലേ. നമുക്കറിയാം, ഇത്രയും അദ്ദേഹത്തിന് അറിയാം, 2-3 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോഴും അദ്ദേഹം സുഖദേവ് ഗോസ്വാമിയോട് പറഞ്ഞിട്ടില്ല സ്പീഡ് കൂട്ടൂ, എനിക്കിത് കേൾക്കണ്ട, വേറെ കാര്യങ്ങൾ പറയും, ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. എത്ര ടെക്നിക്കലായിട്ടുള്ള കാര്യമാണെങ്കിലും അത് ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ വീണ്ടും അതിൽ ചോദ്യങ്ങൾ പോലും ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയായിരിക്കണം ശരിയായിട്ടുള്ള ശ്രവണമെന്ന് പറയുന്നു. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഇതെല്ലാം കേൾക്കേണ്ടത്, അപ്പോൾ കേൾക്കുന്ന ആൾക്കാരുടെ കാര്യം,
അതേപോലെ പറയുന്ന ആളുടെ കരിഷ്ഠനായിട്ടുള്ള ഭക്തരിൽ നിന്നായിരിക്കണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കണം? ഈ ഒരു ഗുരു പരമ്പരയിൽ വരുന്ന ഭക്തരിൽ നിന്ന്. ഇപ്പോൾ പ്രഭുപാദിൻ്റെ ഭാവാർത്ഥവും പ്രഭുപാദിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്, അല്ലേ? ശ്ലോകം ഭാഗവതത്തിലെയാണ്. ട്രാൻസ്ലേഷൻ അത് പ്രഭുപാദ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഭംഗിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു വിവർത്തനമായിട്ട്. ഭാവാർത്ഥത്തിൽ ആചാര്യന്മാരുടെ കമൻട്രീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുകളും അദ്ദേഹത്തിന് ഭഗവാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതുന്നു. പ്രാക്ടിക്കൽ കാര്യങ്ങൾ, നമ്മൾ ആചരിക്കേണ്ട വിധികളും അല്ലെങ്കിൽ ആ ലെസൺസും എല്ലാം പറഞ്ഞു തരുന്നു. ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ, അപ്പോൾ പറയുന്ന ആൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും, ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നു, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും പ്രഭുപാദ് പറയുന്നതിൽ കാര്യമുള്ളത് കൊണ്ട് അതേ വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ പുതുതായിട്ട് നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അത് കുഴപ്പമാണ്. അതിന് യോഗ്യതയില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആചാര്യ പരമ്പര എന്ന് പറയുന്നു, അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് പ്രഭുപാദ് പറയുന്ന വേറൊരു എക്സാമ്പിളാണ് പോസ്റ്റ്മാൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു? മണി ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെറ്റർ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം എടുത്ത് ആർക്കാണോ എത്തിക്കേണ്ടത് എത്തിക്കുന്നു, അല്ലേ? അപ്പോൾ ആ ലെറ്ററിലുള്ള കാര്യം അയാൾ വായിച്ചു നോക്കുന്നില്ല. അല്ലെങ്കിൽ മണി ഓർഡർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടും കൊടുക്കുന്നില്ല. എന്താണോ ഉള്ളത് അത് കൊണ്ടു കൊടുക്കുന്നു. അതേപോലെ ആയിരിക്കണം. എന്താണോ ഗുരു പരമ്പരയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതേപോലെ അതിൽ മായം കലർക്കാതെ നമ്മുടേതായിട്ടുള്ള ചിന്തകളും നമ്മുടേതായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും കൊണ്ടുവരാതെ ആചാര്യ പരമ്പരയിൽ വരുന്ന പരിശുദ്ധ ഭക്തർ പറഞ്ഞു തന്നിട്ടുള്ള ഇതെല്ലാം മുകളിൽ നിന്ന് വരുന്നതാണ്. അതങ്ങനെ തന്നെ ഡെലിവർ ചെയ്യുക ഒരു ഹോട്ടലിലെ വെയിറ്ററിനെ പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാനെ പോലെ. ഇതാണ് ചെയ്യേണ്ട ജോലി. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ, ഈ ഡെലിവറി ചെയ്യുന്ന കൂട്ടത്തിൽ കൊടുക്കുന്ന ആൾക്കും അതിനുള്ള ഒരു ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് പറയുന്ന ആൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ്. കേൾക്കുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അതിനുള്ള ഗുണവും കിട്ടുന്നു. അപ്പോൾ എല്ലാവരും അതിൽ ബെനിഫിറ്റഡ് ആണ് ശരിക്കും. ഇപ്പോൾ പ്രഭുപാദ്ജി ഈ ഗുരു ശിഷ്യ പരമ്പരയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ ഗുരു ശിഷ്യ പരമ്പര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീതയാവട്ടെ, ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടതെല്ലാം അങ്ങനെയുള്ള നല്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പരമ്പരയിൽ നിന്ന് തന്നെ ആയിരിക്കണം, ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നായിരിക്കണം. ഇവിടെ നടക്കുന്ന പോലെ ശുകദേവ് ഗോസ്വാമി അല്ലെങ്കിൽ വ്യാസദേവനിൽ നിന്ന് ശുകദേവ് ഗോസ്വാമി, സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിലെ ഈ ആത്മാർത്ഥതയുള്ള, ഇവിടെ പറയുന്നു പ്രഭുപാദ്, നൈമിഷാരണ്യത്തിലിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ഋഷിവര്യന്മാർ, അവർക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഹൃദയത്തിൽ. ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെന്നുള്ള ആകാംക്ഷയാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു പാതയാണ് നമ്മളും പിന്തുടരേണ്ടത് എന്നുള്ളത് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിലൂടെ. ഓക്കെ, സമയമായി. 3 ശ്ലോകങ്ങൾ നമ്മളിന്ന് നോക്കി. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ ബാക്കി നമുക്ക് തുടരാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शिला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्णा प्रभु. हरे कृष्णा प्रभु. प्रणाम. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ വ്യക്തി സംശയം പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരു നിമിഷമുണ്ട്, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. हरे कृष्णा प्रभु जी. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഒരു കാര്യം ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ ചോദിച്ചോളൂ. പ്രഭുജി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ 5000 വർഷത്തെ ഒരു കണക്ക് പറഞ്ഞായിരുന്നു പ്രഭുജി. അതിന്റെ ഇടയ്ക്ക് ഭഗവാന്റെ ലീല തുടങ്ങിയ കാര്യമാണോ അതോ ഈ വ്യാസദേവൻ ഇത് എഴുതിയ കാര്യമാണോ പറഞ്ഞത്? 5000 വർഷത്തിന്റെ കാര്യം, ലീല 5000 ഒരു അപ്രോക്സിമേറ്റ് ഉള്ളൊരു നമ്പർ പറഞ്ഞതാണ്. കാര്യം ഭഗവാൻ ദ്വാപരയുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിന്റെ അവസാന ഭാഗത്താണ് ഭഗവാൻ വരുന്നത് ലീലകൾ ചെയ്യാൻ വേണ്ടി. അതിനുശേഷമാണ് പിന്നീട് വ്യാസദേവൻ ഇതെല്ലാം കമ്പൈൽ ചെയ്യുന്നതും നമുക്ക് വേണ്ടി. അപ്പോൾ അതിനുശേഷം ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ കലിയുഗത്തിൻ്റെ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭഗവാൻ വരുന്നത്. കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 5000 ചില്ലാനും വർഷങ്ങളായിട്ടുള്ളൂ. ആ ഒരു കണക്കിൽ പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഇനി എത്ര വർഷം ഉണ്ടാവും പ്രഭുജി കലിയുഗം? സോറി, കലിയുഗം ഇനി എത്ര വർഷം ഉണ്ടാവും? 4,32,000 വർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ ഡ്യൂറേഷൻ.
അതിൽ 5000 കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എത്രയാണെന്ന് കണക്ക് കൂട്ടി നോക്കിക്കോളൂ. അത്രയും ബാക്കിയുണ്ട്. ദൈവമേ. പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അത് കഴിഞ്ഞ് ഉടനെ വന്നിട്ടുള്ളത്. കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വന്നു നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ. പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു വന്ന് പോയിട്ട് ആ ഒരു സമയമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയം, മഹാപ്രഭു വന്നിട്ട് 500 വർഷങ്ങളെ ആയിട്ടുള്ളൂ. 10,000 വർഷങ്ങളാണ് പറയുന്നത്. ഈ 10,000 വർഷങ്ങൾ മഹാപ്രഭു വന്ന സമയവും വന്നതിന് ശേഷമുള്ള 10,000 വർഷങ്ങളെ സുവർണ കാലമായിട്ട് പറയുന്നു. കാര്യം ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗവതവും നാമവും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. അതിനുശേഷം ഓൾറെഡി കലിയുഗത്തിൻ്റെ പ്രഭാവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കറിയാമല്ലേ, നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. എന്തായിരിക്കും 10,000 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ പറയുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നാമവും കീർത്തനവും ഒക്കെ അമ്പലങ്ങളിലേക്ക് അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല. പിന്നീട് കലിയുഗം അപ്പോഴും ഒന്നും ആയിട്ടില്ല, ഇനിയും ലക്ഷക്കണക്കിന് കാലങ്ങൾ കിടക്കുവാണുള്ളൂ. അപ്പോൾ എന്തായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമുള്ള സമയത്ത് 10,000 വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും നമ്മളിവിടുന്ന് രക്ഷപ്പെടണം. 10,000 വർഷം ഉണ്ട് എന്ന് വിചാരിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് വേറെ ഒരു ആചാര്യം പറഞ്ഞതാണ്. അതും കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കുറേ പുണ്യകർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ വേറെ നോർമൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഭക്തിയുത സേവനങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ല, പക്ഷേ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രെഡിറ്റാണത്. പക്ഷേ കൂട്ടത്തിൽ വല്ല പുണ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മൾ. ചിലപ്പോൾ ആ പുണ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടാം അറിയില്ല. പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വർഷം അവിടുത്തെ ഒരു ദിവസമാണ്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചു കാലം സ്വർഗ്ഗലോകത്തിൽ ചിലവഴിച്ചാൽ ഇവിടെ വരുമ്പോഴേക്കും 10,000 വർഷം തീർന്നു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, സമയമില്ല, ഈ ജന്മത്തിലേ രക്ഷപ്പെടാൻ നോക്കുക. ഇനി അടുത്തൊരു ചാൻസിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. റിസ്ക് ആണ്. ചിലപ്പോൾ അവിടെ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോൾ മഹാപ്രഭുവിൻ്റെ ആ ഒരു പ്രഭാവം പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ നമുക്കിപ്പോൾ ഉള്ളൊരു മഹാസൗഭാഗ്യം കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ തന്നെ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി തന്നിട്ടുണ്ടല്ലോ ഭഗവാൻ. ആ രക്ഷപ്പെടാനുള്ള വഴി ഇതാണ്: നാമജപവും കീർത്തനവും ഭാഗവത ശ്രവണവും. അതെല്ലാം ആത്മാർത്ഥയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ധനലക്ഷ്മി മാതാജി ചോദിക്കൂ. ഒരു മിനിറ്റ്, ഗീത മാതാജി ഒരു മിനിറ്റ്. ധനലക്ഷ്മി മാതാജി പറയൂ. ആന്തരിക ശക്തി 3 എണ്ണം പറഞ്ഞില്ലേ? അത് ഹാദിനി ശക്തിയും സംവിത് ശക്തിയും പിന്നെ ഒരു സന്ധിനി സംവിത് ഹ്ലാദിനി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഗീത മാതാജി പറയൂ. ഗീത മാതാജി എന്തോ ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. യാമുഖം പറഞ്ഞില്ലേ പ്രഭു, അതൊന്ന് യൂട്യൂബിൽ ഇട്ട് തരാമോ? ഈ ഭാഗവത്തിന്റെ ആദ്യത്തെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഈ അധ്യായം 1 എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ദിവസം അതുണ്ട്, ഓൾറെഡി ഉണ്ട്. ഞാനിട്ട് തരാം. ഓക്കെ. അടിക്കണം പ്രഭുജി. എന്ത് നടിച്ചാ കിട്ടും? ഭാഗവതം നടിച്ചാ കിട്ടുമോ? ആ ചാനലിനകത്ത് അതിനകത്ത് പ്ലേലിസ്റ്റിനകത്തുണ്ട്. അധികൃത പ്രഭു ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ. അത് പ്രഭു പോസ്റ്റ് ചെയ്യും കേട്ടോ. കിട്ടും. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ 250 പേര് 80 പേര് എന്നുള്ള റേഞ്ച് മാറി ഇപ്പൊ 130 140 ആയി. അപ്പോ ഭഗവാൻ പറയണ്ടേ എൻ്റെ അടുത്ത് 1-2 പേർക്കേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ആവരുത്. എല്ലാവരും മാക്സിമം ഡിവോട്ടീസിനെ കൊണ്ടുവരിക. നാളെയും മറ്റന്നാളും വളരെ എല്ലാരെയും ക്ഷണിച്ചുകൊണ്ട് വരിക എന്നുള്ള അഭ്യർത്ഥനയോടെ വൈൻഡപ്പ് ചെയ്യാം. പ്രഭുജി കുറെ പേരോട്
അവർ നാളേക്ക് വരും. നാളെ വരും. ഓക്കെ, വളരെ സന്തോഷം. അപ്പോ എന്റെ പ്രഭുജിയോട് ആദരപൂർവ്വം ജോയിൻ നമ്മളൊരു ചെയ്യും പ്രഭുജി നാളെ. മോളിനകത്ത് നാളെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹരേ താങ്ക് യു മാതാജി. അപ്പൊ ഒരു 3 പ്രാവശ്യം പ്രഭുജിയോട് ആദരപൂർവ്വം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ രൂപേശ കൃപാ സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. हरे कोटि वैष्णव वृंद की हरिनाम संकीर्तन की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय. श्री अनंत बच्चनाभ स्वामी की जय. हरे कृष्णा. നാളെ വീണ്ടും 8:30 കണ്ടെത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.